ഏറ്റവും അവസാനം 5 അംഗങ്ങൾ, അതിൽ 4 പേര് ഭരണമുന്നണിയെ പിന്താങ്ങിയിരുന്നവരാ. അവരൊരു പ്രത്യേക ബ്ലോക്ക് ആയിട്ടിരിക്കാൻ തീരുമാനിക്കുന്നു. സ്പീക്കർക്ക് കത്ത് കൊടുക്കുന്നു. സഭ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. പിറ്റേന്ന് രാവിലെ 8:30 സഭ ചേരുമ്പോൾ ധനാഭ്യർത്ഥന ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുക. വ്യവസായ വകുപ്പിനെ കുറിച്ചുള്ള ഡിമാൻഡ് ഫോർ ഗ്രാന്റ്സ് ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവരെ അവതരിപ്പിച്ച് ആ ഡിമാൻഡിനെ പരാജയപ്പെടുത്തുക എന്നുള്ളതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ലക്ഷ്യം. ഡിമാൻഡ് പരാജയപ്പെട്ടാൽ ഗവൺമെന്റ് രാജിവെച്ചേ പറ്റൂ. പക്ഷേ ഇത് മുൻകൂട്ടി മനസ്സിലാക്കിയ അച്യുത മേനോൻ, ബുദ്ധിയുള്ള നേതാവായിരുന്നു അച്യുത മേനോൻ കേട്ടോ, അദ്ദേഹം രാവിലെ തന്നെ നിയമസഭയിൽ എഴുന്നേറ്റ് ഒരു പ്രസ്താവന നടത്തി. സർ, 5 അംഗങ്ങൾ ഒരു പ്രത്യേക ബ്ലോക്ക് ആയിട്ടിരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നതായിട്ട് പത്രങ്ങളിൽ നിന്ന് അറിയുന്നുണ്ട്. ആ പശ്ചാത്തലത്തിൽ ഞങ്ങൾ ഇന്ന് വ്യവസായ വകുപ്പിന്റെ ഡിമാൻഡ് ധനാഭ്യർത്ഥന അവതരിപ്പിക്കുന്നില്ല. പകരം ഒരു വിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് നിയമസഭ അച്യുത മേനോൻ സർക്കാരിൽ വിശ്വാസം രേഖപ്പെടുത്തുന്നു എന്ന് പറയുന്ന ഒരു പ്രമേയം. അത് അവതരിപ്പിച്ചു. പിന്നെ ചർച്ചകളിൽ സമയം കിട്ടി, 2-3 ദിവസത്തെ ഇടവേള കിട്ടി, വേണ്ട രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. അങ്ങനെ ആ ഗവൺമെന്റ് സർവൈവ് ചെയ്തു. തകർക്കാൻ നടത്തിയ ശ്രമം വിജയിച്ചില്ല.